റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാം. റിയൽ നമ്പേഴ്സ് ഇതിനകത്ത് നിങ്ങൾക്ക് HCF LCM ഒക്കെ കണ്ടുപിടിക്കാൻ അറിയാമോ? പഠിച്ചിട്ടുണ്ട് അല്ലേ? ആദ്യം പ്രൈം ഫാക്ടറൈസേഷനും പഠിച്ചിട്ടുണ്ട്. പ്രൈം ഫാക്ടറൈസേഷൻ എന്താണ് അതും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഡിവിഷൻ ചെയ്യാനും അറിയാം. കുറച്ച് നമ്പേഴ്സ്, ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതറിയാം അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്ന ഓർഡർ എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മയാണ്. എന്താണ് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ? ഈ തിയറം എന്നൊക്കെ പറയുന്നത് പോലത്തെ തിയറത്തിന് മുമ്പത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലെമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 7 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു, പിന്നെ 2 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 3s are 6 എന്ന് പറഞ്ഞ് കിട്ടി, റിമൈൻഡർ 1 കിട്ടി. അപ്പൊ എനിക്ക് ഈ 7നെ, ഓക്കെ, 7ഉം 2ഉം രണ്ട് നമ്പേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് ആണ്? 2 ഉണ്ട് 7ഉം ഉണ്ട്. ഓക്കെ, ആദ്യത്തെ നമ്പർ വലുത്, രണ്ടാമത്തെ നമ്പർ ചെറുത്. അപ്പോൾ വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? എനിക്കൊരു കോഷ്യന്റ് കിട്ടും. എനിക്ക് കിട്ടുന്നത് 3ഉം 1ഉം കിട്ടും. എയും ബിയും എടുക്കാം, എയും ബിയും ഉണ്ട്. എ വലുതാണ്, ബി ചെറുതാണ്. അപ്പോൾ എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കോഷ്യന്റ് കിട്ടും, റിമൈൻഡർ കിട്ടും. ഓക്കെ, എന്നിട്ട് അപ്പോൾ എനിക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? എനെ എഴുതാൻ പറ്റും. എനെ എങ്ങനെ എഴുതാൻ പറ്റും? ബി ഇൻറ്റു ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, എ ക്യാൻ ബി റിട്ടൺ ആസ് ബി ക്യൂ പ്ലസ് ആർ. മനസ്സിലാവുന്നുണ്ടോ? ഈ 7നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? 7നെ എനിക്ക് എഴുതാൻ പറ്റുന്നത് എങ്ങനെയാണ്? 2 ഇൻറ്റു 3 പ്ലസ് 1 അല്ലേ? 2 ഇൻറ്റു 3 പ്ലസ് 1 എന്ന് എഴുതാൻ പറ്റുന്നുണ്ട്. അതെന്താണ് ശരിക്കും പറഞ്ഞാൽ? ബി ക്യൂ പ്ലസ് ആർ, ബി ഇൻറ്റു ക്യൂ പ്ലസ് ആർ, അങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് വാട്ട് യൂക്ലിഡ്സ് ലെമ്മ സ്റ്റേറ്റ്സ്. അപ്പോൾ അതൊന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതാം ആദ്യം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എന്താണ്? given two numbers, okay, given two numbers, positive numbers. Okay, given statement എന്താണ്? given two positive numbers, two positive integers, a and b. Okay, a and b, രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ then there exists എന്ന് പറഞ്ഞാൽ വേറെ രണ്ട് നമ്പേഴ്സും കാണും. then there exists unique integers. Okay, there exists unique integers. ഏതൊക്കെയാണ്? q and r, unique integers q and r, such that a can be written as b into q plus r. Okay, here the condition is that r should be less than b. Okay, here r is less than b, r should be less than b, and obviously it will be greater than or equal to 0. Okay, here given two positive integers a and b, there exists unique integers q and r such that a is equal to bq plus r. A will be equal to b into q plus r. This is the division lemma. Okay, Euclid's division lemma വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ കിട്ടും എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഡിവിഡൻഡിനെ ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്ന് എഴുതാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ ഇവിടെ 7 ഡിവൈഡഡ് ബൈ 2 വിൽ ബി ഈക്വൽ ടു എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 3ഉം 1ഉം കിട്ടും. 7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 3ഉം 1ഉം കിട്ടും. And I can write 7
as 2 into 3 plus 1. Okay, so that is what the division lemma states. Now you know what is HCF of two numbers? Highest common factor. പഠിച്ചിട്ടുണ്ടല്ലോ HCF and LCM. Okay, next topic ആണ് HCF and LCM of two numbers. Okay, ഈ HCF എന്ന് പറഞ്ഞാൽ എന്താണ്? HCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ? ശരിയല്ലേ? അതുപോലെ LCM എന്ന് പറഞ്ഞാൽ എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. മനസ്സിലാവുന്നുണ്ടോ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ ഇത് എന്തിന്റെയാണ്? രണ്ട് നമ്പേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫാക്ടേഴ്സ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. നമുക്ക് ഫാക്ടറൈസേഷൻ, പ്രൈം ഫാക്ടറൈസേഷൻ ആദ്യം അറിഞ്ഞിരിക്കണം. പ്രൈം ഫാക്ടറൈസേഷൻ ഇത് രണ്ടും പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കേണ്ടത് പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ. ഈ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ സാധാരണ രണ്ട് മെത്തേഡ്സിലാണ് ചെയ്യുന്നത്. ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാക്ടർ ട്രീ എന്ന് പറയും. ഫാക്ടർ ട്രീ മെത്തേഡ്. ഓക്കെ, ഫാക്ടർ ട്രീ മെത്തേഡ്. സെക്കൻഡ് വൺ എങ്ങനെയാണ്? സാധാരണ ഡിവിഷൻ എന്നുള്ള രീതിയിൽ പറയും. ഫാക്ടർ ട്രീ മെത്തേഡ് ഉണ്ട്. പിന്നെ അടുത്തത് സാധാരണ രീതിയിൽ നമ്മൾ LCM കണ്ടുപിടിക്കുന്നത് പോലെ വെറുതെ ഡിവിഷൻ ആണ്, അല്ലെങ്കിൽ അതിനെ പറയും ലാഡർ മെത്തേഡ് എന്നും പറയും. ഓക്കെ, ലാഡർ മെത്തേഡ്. ഓക്കെ, ലാഡർ മെത്തേഡ് വേറെ ഒന്നുമല്ല, ഡിവിഷൻ ആണ്. ഓക്കെ, ഇനി ഫാക്ടർ ട്രീ മെത്തേഡ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഫാക്ടർ ട്രീ മെത്തേഡ്. ഓക്കെ, ഫാക്ടർ ട്രീ മെത്തേഡ്. എൻ്റെ കയ്യിൽ 21 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അത് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ ഫാക്ടർ എങ്ങനെയാണ്? ആദ്യം 21നെ 2 കൊണ്ട് പറ്റത്തില്ല, 3 കൊണ്ട് പറ്റും. സോ 7 3s are 21. സോ 3 into 7 എന്ന് എഴുതുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് രണ്ടും പ്രൈമാണ്. ഫർദർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അവിടെ സ്റ്റോപ്പായി. സോ prime factorization is over. So I can write it as 21 is equal to 3 into 7. Okay, so this is the prime factorization of 21. Now let me take 18. Okay, let me take 18. 18 എങ്ങനെ എഴുതാൻ പറ്റും? I can write it as 2 into 9. Okay, but 9 is composite, not prime. So this is prime, 2 is prime, but 9 is not prime. So I have to further factorize it into many more branches. അപ്പോൾ അടുത്ത ബ്രാഞ്ചസിലേക്ക് വീണ്ടും പോകും. അത് ഇനിയും രണ്ടെണ്ണമായിട്ട് എടുക്കേണ്ടി വരും. അതെങ്ങനെ എടുക്കുന്നത്? 3 ഇതും പ്രൈമാണ്, ഇതും പ്രൈമാണ്. സോ 2 into 3 into 3 അതായിരിക്കും 18ന്റെ ഫാക്ടറൈസേഷൻ. ഓക്കെ, 18ന്റെ ഫാക്ടറൈസേഷൻ എങ്ങനെയാണ് എടുക്കുന്നത്? ഓരോ ബ്രാഞ്ചിന്റെ എൻഡ് വരുന്നത് എവിടൊക്കെയാണെന്ന് നോക്കുക. ഇപ്പൊ ഇതെടുക്കണം. ഓക്കെ, 2 into 3 into 3 ആയിരിക്കും 18. ഓക്കെ, 18നെ എങ്ങനെ എഴുതുന്നത്? 2 into 3 into 3. മനസ്സിലാവുന്നുണ്ടോ? 2 into 3 into 3, 18. അതുപോലെ നമുക്ക് 27 എടുക്കാം. 27 എടുക്കണ്ട, 54 എടുത്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങളൊരു നമ്പർ പറ. 32 എടുക്കാം. ഓക്കെ, 32 എടുക്കാം. 32നെ എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്നത്? ആദ്യം 2 into 16 അല്ലേ? ഇതിനകത്ത് 2 ഓക്കെ ആണ്, പക്ഷെ 16 ഓക്കെ അല്ല. 16 ഓക്കെ അല്ല, കാരണം 16 കമ്പോസിറ്റ് നമ്പറാണ്. ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ അതിനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇനി അടുത്ത ബ്രാഞ്ച് വരുമ്പോഴത്തേക്കും പിന്നെ വരുന്നത് എന്താണ്? പിന്നെ 16നെ വീണ്ടും ബ്രാഞ്ച് ചെയ്യാം. എങ്ങനെയായിരിക്കും അത് ബ്രാഞ്ച് ആകുന്നത്? 2 into
2 8 16 അല്ലേ? അപ്പോൾ ഇനി 8നെ നമുക്ക് ഫർദർ ഫാക്ടറൈസ് ചെയ്യേണ്ടി വരും 2 ആയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇനി ചെയ്യുന്നത്? 8നെ 2 ഇൻറ്റു 4 എന്ന് എഴുതാൻ പറ്റും. 2 ഇൻറ്റു 4 എന്ന് എഴുതാൻ പറ്റും. 2 ഓക്കെ ആണ്, പക്ഷെ 4 പറ്റത്തില്ല. 4നെ വീണ്ടും ഫർദർ ഞാൻ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ 4നെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അത് 2 ഇൻറ്റു 2 ആയിട്ട് മാറും. 2 ഇൻറ്റു 2 ആയിട്ട് മാറും. ഈ സർക്കിൾ ബ്ലാക്ക് കളറിലെ സർക്കിൾ ചെയ്തിരിക്കുന്നതെല്ലാം ഇപ്പോൾ താഴത്തത് ആദ്യത്തെ ഒരെണ്ണം വിട്ടിട്ട് ബ്ലാക്ക് കളറിലെ സർക്കിൾ ഇത് കണ്ടോ? ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 32 കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് ആണ് എന്താണ് 32? എന്താണ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. 2നെ 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? 32 എന്താണ്? 32 എന്താണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതിനെ കുറച്ചും കൂടെ സിമ്പിളായിട്ട് എഴുതുമ്പോൾ നമുക്ക് പവർ ഫോമിൽ എഴുതാൻ പറ്റും, എക്സ്പോണൻഷ്യൽ ഫോമിൽ. അപ്പോൾ ഇതിനെ എഴുതുമ്പോൾ നമുക്ക് 21നെ എഴുതാൻ പറ്റും 3⁻1 ഇൻറ്റു 7⁻1. ഓക്കെ, ഇനി ഇതിനെ എങ്ങനെ എഴുതും? ഇതിനെ എഴുതുന്നത് എങ്ങനെയാണ്? ഈ 18നെ എഴുതുന്നത് എങ്ങനെയാണ്? 18നെ എഴുതാൻ പറ്റും 2⁻1 ഇൻറ്റു 3 എല്ലാ പ്രൈം നമ്പേഴ്സും ഇപ്പോൾ 3 2 പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇനിയും പ്രൈം ഫാക്ടറൈസേഷനകത്ത് അതിനെ ഒരു പ്രാവശ്യമേ എഴുതത്തുള്ളൂ. അപ്പോൾ അതിനെ പവർ ഉപയോഗിച്ച് എഴുതും. ഓക്കെ, 2 പ്രാവശ്യം 3 ഉണ്ട്, അപ്പോൾ 3 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ എനിക്ക്? 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ ആണ്. അതേപോലെ 32ന്റെ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 32ന്റെ എഴുതുമ്പോഴത്തേക്കും എനിക്ക് 32 ക്യാൻ ബി റിട്ടൺ ആസ് 2⁻5. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? 2⁻5. അപ്പോൾ ഇതിനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഇൻ ദ പവർ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ ഇങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? പ്രൈം ഫാക്ടറൈസേഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനു മുമ്പ് ഇനി കുറച്ചും കൂടെ മുമ്പോട്ട് പോകണം. അത് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എനി നമ്പർ ഈസ് യുണീക്ക് എക്സെപ്റ്റ് ദി ഓർഡർ. ഓക്കെ, പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എനി ഗിവൺ നമ്പർ വിൽ ബി യുണീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ മാത്രം മാറാം. ബാക്കി പ്രൈം നമ്പേഴ്സ് അതിനകത്ത് വരുന്നത് വേറെ ഒരു പ്രൈം. യു സി ഇഫ് ഐ ഹാവ് യൂസ്ഡ് 2 and 3 for 18, you cannot use 5 and something else because that is not possible. If I am using 2 and 3, you will also use 2 and 3, and everybody else will get 2 and 3 only as factors of 18. No other factors will be available. Okay, one is always a factor of any number, but we are not considering that. We are talking about prime factors. Okay, you cannot have any other number which is prime and is a factor of 18 except 2 and 3. So all prime factors of 18 are included. Like that for 32 and like that for 21 also. Okay, ഇതിനെയാണ് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതിനകത്ത് പഠിച്ചത് ഫാക്ടറൈസേഷൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫാക്ടർ ട്രീ മെത്തേഡ് പഠിച്ചു. ഇനി അതുപോലെ വേറെ ഒരു മെത്തേഡും കൂടെ ഉണ്ട്. അത് നമ്മളിപ്പോൾ പറഞ്ഞത് ലാഡർ മെത്തേഡ്. ഇപ്പം ഞാൻ പറയുന്ന പേരാണ്, കാരണം അത് കണ്ടാൽ ലാഡർ പോലെ ഇരിക്കും, അതുകൊണ്ട് ലാഡർ മെത്തേഡ് എന്ന് പറഞ്ഞേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഈസ് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഓക്കെ, നമുക്ക് അതിനെ ലാഡർ മെത്തേഡ്. പക്ഷേ ഇഫ് യു ടെൽ അതർ പീപ്പിൾ ദേ വിൽ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ സെയിം മെത്തേഡ്. ഓക്കെ, ലാഡർ മെത്തേഡ്. അപ്പം നമുക്ക് കുറച്ച് മുമ്പ് എടുത്ത നമ്പേഴ്സിൻ്റെ തന്നെ എടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞത് 18ൻ്റെ എങ്ങനെയാണ് ലാഡർ മെത്തേഡ് ചെയ്യുന്നത്? ഇങ്ങനല്ലേ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ 2 9s are 18, 3 3s are 9, 3 1s are 3. കിട്ടിയില്ലേ? 2 into 3 into 3. I can write 18 as 2 into 3 into 3, and I can also have 2 into 3 raised to 2. Correct? ശരിയായില്ലേ? അതുപോലെ 18 കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഏതാണ് എടുത്തത്? 21 and 32. ഓക്കെ, 21ൻ്റെ നോക്കാം നമുക്ക്. 21ൻ്റെ നോക്കാം. 21ൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത്? 21ൻ്റെ പ്രൈം നമ്പർ എടുത്ത് ആദ്യം 2 കൊണ്ട് പറ്റത്തില്ല, അപ്പോൾ 3 കൊണ്ട് തുടങ്ങാം. 3 7 3 21. അത് അവിടെ തന്നെ തീർന്നു അല്ലേ? ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 3 into 7 and here it is 7 into 1. So your 3 into 7 കഴിഞ്ഞു. ഇനിയും വേറെ ഒന്നും എടുക്കാനില്ല. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ലാഡർ മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ലാഡർ പോലെ ഇരിക്കും, അതുകൊണ്ട് ലാഡർ മെത്തേഡ് എന്ന് പറയും. So 21 can be written as 3 into 7, or I can write it as 3 raised to 1 into 7 raised to 1.
സെയിം വേ 32 ക്യാൻ ബി റിട്ടൺ ആസ് 32നെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? 2 എന്താണ് 16. ഓക്കെ, 2 8 2 4 2 എത്രയാണ്? 2 2 1. ഓക്കെ, പ്രൈം ആയിട്ടുള്ളതെല്ലാം ലെഫ്റ്റ് സൈഡിലും വരും, കമ്പോസിറ്റ് ആയിട്ടുള്ളതെല്ലാം റൈറ്റ് സൈഡിലും വരുന്നുണ്ട് ഓൾമോസ്റ്റ്. അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ആയിട്ട് 1 ആയിട്ട് ഇങ്ങനെ വരും. ഓക്കെ, പ്രൈം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ആയി പോകും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് എന്താണ്? കണ്ടോ, ഇതെന്താണ് 2⁵ എന്ന് കിട്ടുന്നുണ്ടല്ലോ. 1 2 3 4 5 ടൈംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 32 ക്യാൻ ബി റിട്ടൺ ആസ് 2⁵. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ലാഡർ മെത്തേഡ് ഓഫ് പ്രൈം ഫാക്ടറൈസേഷൻ. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാനുള്ള മെത്തേഡ് ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇതും ചോദിക്കും. അപ്പോൾ നമുക്കത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്താണ്? യൂക്ലിഡ്സ് ഡിവിഷൻ ലെം. HCF കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ്. HCF ഓഫ് ടു നമ്പേഴ്സ്. അത് രണ്ട് മെത്തേഡ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് മെത്തേഡ് എന്താണ്? ഫസ്റ്റ് മെത്തേഡ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോറിതം ഉപയോഗിച്ചിട്ടുണ്ട്. ഡിവിഷൻ അൽഗോറിതം. ഓക്കെ, പിന്നെ അടുത്തത് ബൈ പ്രൈം ഫാക്ടറൈസേഷൻ. ബൈ പ്രൈം ഫാക്ടറൈസേഷൻ. ഇത് രണ്ടും കൊണ്ട് പറ്റും. ഓക്കെ, ബൈ പ്രൈം ഫാക്ടറൈസേഷൻ ഓൾസോ ഇറ്റ് ഈസ് പോസിബിൾ, ആൻഡ് ബൈ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോറിതം ഓൾസോ ഇറ്റ് ഈസ് പോസിബിൾ. യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോറിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം. ഓക്കെ, അതെങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചു നോക്കുക. പതുക്കെ പതുക്കെ നമുക്കത് മനസ്സിലാവും. ഇറ്റ് ഈസ് എ ബിറ്റ് കോംപ്ലിക്കേറ്റഡ് ബട്ട് സിമ്പിൾ. ഓക്കെ, അത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം നമുക്കൊരു ക്വസ്റ്റ്യൻ എടുക്കാം, എന്നിട്ട് അത് വെച്ച് മനസ്സിലാക്കാം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് HCF. ഓക്കെ, ഫൈൻഡ് HCF ഓഫ് ടു നമ്പേഴ്സ്. ഏതാണ്? 135 ആൻഡ് 225. 225. HCF ഓഫ് 135 ആൻഡ് 225 ബൈ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോറിതം. ഓക്കെ, ഞാനത് ഷോർട്ടായിട്ട് എഴുതിയേക്കാണ്. ബൈ യൂസിങ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോറിതം. പ്രൈം ഫാക്ടറൈസേഷൻ അല്ല, യൂക്ലിഡ്സ് പ്രൈം ഫാക്ടറൈസേഷനും കാണിച്ചു തരാം. യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോറിതം വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് വലിയ നമ്പറിനെ A ആയിട്ട് എടുക്കുക. ഓക്കെ, നമ്മുടെ കയ്യിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിലെ വലുത് ഏതാണോ അതിനെ A ആയിട്ട് എടുക്കുക. അപ്പോൾ A എന്ന് പറയുന്ന നമ്പറാണ് നമുക്ക് 225. ഓക്കെ, എന്നിട്ട് B എന്ന് പറയുന്ന നമ്പർ ഏതാണ്? B എന്ന് പറയുന്നത് 135 ആണ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? Aനെ B കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്നത് കോഷ്യന്റും റിമൈൻഡറും കിട്ടും എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കത് പതുക്കെ പതുക്കെ ചെയ്യാം. ദിസ് ഈസ് 225. അതിനെ ഡിവൈഡ് ചെയ്യാം. ലോങ് ഡിവിഷൻ. ദിസ് ഈസ് കോൾഡ് ബൈ ലോങ് ഡിവിഷൻ. യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം എങ്ങനെയാണ് ചെയ്യുന്നത്? ബൈ ലോങ് ഡിവിഷൻ. ഓക്കെ, നമുക്ക് ബിയുടെ വാല്യൂ 135 ഇവിടെ ഇട്ടു. ഓക്കെ, ഇനി 135 കൊണ്ട് 225നെ ഡിവൈഡ് ചെയ്യണം. എന്തായിരിക്കും കിട്ടുന്നത്? 135 ഇൻറ്റു 1 അല്ലേ? 135 ഇൻറ്റു ഇവിടെ ആയിരിക്കുമല്ലോ 1 എഴുതുന്നത്. 135 ഇൻറ്റു 1 ഇസ് ഈക്വൽ 2 ടൈംസ് എടുത്തു കഴിഞ്ഞാൽ കൂടിപ്പോവും അല്ലേ? 135 ഇൻറ്റു 1 ഈസ് 135. വാട്ട് ഈസ് ദ ഡിഫറൻസ്? 5 minus 5 is 0. 2 minus 3 is equal to, I don't know, എത്രയാണ്? 12 minus 3, 9. Okay, you are getting 90. Now here this 90 is less than 135. Okay, decimal point ഇട്ട് പോകത്തില്ല. കേൾക്കുന്നുണ്ടോ? ഡെസിമൽ പോയിന്റ് ഇട്ട് പോകത്തില്ല, ഇത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് 225, ഈ 225ന് ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്താണ്? സ്റ്റെപ്പ് 1 രണ്ട് സ്റ്റെപ്പ്, കുറെ സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിനകത്ത് A എന്ന് പറയുന്നത് 225 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 135 ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് 225നെ 135 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിത് കിട്ടും. ഓക്കെ, ഇത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ രണ്ട് നമ്പേഴ്സാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്നത് 225നെ എഴുതാൻ പോകുന്നത് 135 ഇൻറ്റു 1, 135 ഇൻറ്റു 1 പ്ലസ് 90 എന്ന് എഴുതും. ഓക്കെ,
Here clearly this 90 is less than 135. 90 is less than 135. അല്ലായിരുന്നെങ്കിൽ ഫർദർ ഡിവിഷൻ പോയേനെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യും? രണ്ട് നമ്പേഴ്സ് ആണ് കിട്ടിയത്. അടുത്ത രണ്ട് നമ്പേഴ്സ് കിട്ടി. അത് ഏതാണ്? 135ഉം 135 എന്ന് പറയുന്നത് ബി ആണ്. അത് നമുക്ക് നെക്സ്റ്റ് നമ്പറാണ്. ഇത് നമുക്ക് വേറൊരു നമ്പറാണ്. ഓക്കെ, ആ രീതിയിലാണ് അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടത്. സോ ഹിയർ ക്ലിയർലി ഇവിടെ ഇത് 0 ആകുന്നിടം വരെ ഈ 90യുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ റിമൈൻഡർ 0 കിട്ടുന്നിടം വരെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അതാണ് അതിന്റെ പ്രോസസ്. ഓക്കെ, ക്ലിയർലി 90 ഈസ് നോട്ട് 90 ഈസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, ഈ 90 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. നമ്മൾ അതോടെ സ്റ്റോപ്പ് ചെയ്യുന്നു. 135 ഈസ് ലെസ് ദാൻ 135 ഈസ് ഗ്രേറ്റർ ദാൻ 90. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് 2. ഇത് റിമൈൻഡർ ആണ്. ഓക്കെ, ദിസ് ഈസ് ദ റിമൈൻഡർ. ദിസ് റിമൈൻഡർ പാർട്ട് ഷുഡ് ബിക്കം 0. ടിൽ ദാറ്റ് ടൈം വെൻ യു ഡിവൈഡ് യു ഷുഡ് ഗെറ്റ് 0. ടിൽ ദാറ്റ് ടൈം യു ഹാവ് ടു കണ്ടിന്യൂ ദിസ് പ്രോസസ്. ഇനി അടുത്ത നമുക്ക് രണ്ട് നമ്പേഴ്സ് ആണ് കിട്ടിയത്. ഒന്ന് 135ഉം അടുത്ത നമ്പേഴ്സ് ഏതാണ്? ഈ ഡിവൈസർ, അതും ഇപ്പൊ ഡിവൈഡ് ചെയ്ത ആ ഡിവൈസറും ഇവിടെ കിട്ടിയ റിമൈൻഡർ. അപ്പൊ ഇനി ഇതുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. സ്റ്റെപ്പ് 2 എന്താണ് പറയുന്നത്? 135 ഈസ് ഗ്രേറ്റർ ദാൻ 90. അപ്പോൾ 135നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 135നെ 90 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എന്താണ് കിട്ടുന്നത്? 90 1s are 90. 90 1s are 90. അപ്പോൾ ഇനി എനിക്ക് കിട്ടുന്നത് എന്താണ്? 5 കൊടുക്കുമ്പോൾ ഇവിടെ 5 കിട്ടുന്നു. 9 45 അല്ലേ? 45 കിട്ടുന്നു. 45 is less than 90, so the division stops. So I can write 135 as, so the divisor, sorry, dividend can be written as 90 into 1 plus 45, and 45 is not equal to 0. So we will continue further for the third step. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ്? ഇവിടെ 135 is equal to 90 into 1 plus 45. Clearly this 45 is not equal to 0. So you will go for the step 3. സ്റ്റെപ്പ് 3ക്ക് രണ്ട് നമ്പേഴ്സ് വേണം. അതെവിടെ നിന്നാണ് കിട്ടുന്നത്? ആ രണ്ട് നമ്പേഴ്സ് കിട്ടാൻ വേണ്ടി കിട്ടുന്നത് ഇതാണ്. ഇതും എന്ന് പറഞ്ഞാൽ ഇതുമാണ് കിട്ടുന്നത്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഈ 90യും 45. അപ്പൊ ഇനി 90യെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി എന്താ ചെയ്യേണ്ടത്? 90യെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 90 ഉണ്ട്, 45 ഉണ്ട്. അപ്പൊ ഇനി ഞാൻ ചെയ്യേണ്ടത് 90യെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 45 2s are 90. എനിക്ക് റിമൈൻഡർ 0 കിട്ടി. അപ്പൊ ഡിവിഷൻ സ്റ്റോപ്പ് ആയി. ഓക്കെ, എന്താ ചെയ്തത്? 90യെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 90യെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എനിക്ക് ഞാൻ 90യെ 45 into 2 plus 0 എന്ന് കിട്ടി. മനസ്സിലായോ? അപ്പൊ ഇവിടെ റിമൈൻഡർ ഈസ് 0. ഓക്കെ, റിമൈൻഡർ ഈക്വൽ ടു 0. ഓക്കെ, ഇതെന്താണ്? റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0. ഇവിടുത്തെ കേസിലോ ഇതും റിമൈൻഡർ, ഇത് റിമൈൻഡർ ആണ്. റിമൈൻഡർ നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി. ഇവിടെ റിമൈൻഡർ 0 വന്നു. അപ്പൊ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തോ കൺക്ലൂഡ് ചെയ്യണ്ടേ? ഈ ലാസ്റ്റ് എന്തുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്? അതാണ് നമ്മുടെ HCF. ഓക്കെ, the last divisor എന്ന് പറഞ്ഞാൽ ഇത്, this is called the HCF. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? the last divisor. ഓക്കെ, അല്ലെങ്കിൽ പറയാം റിമൈൻഡർ ഓഫ് ദ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്. റിമൈൻഡർ ഓഫ് ദ സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ദ HCF. ലാസ്റ്റ് ഡിവൈസർ ഈസ് ദി HCF. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ 45 ആണ്. ഇതാണ് നമ്മുടെ HCF. വേറെ ഒരു എക്സാമ്പിളും കൂടെ എടുത്ത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, എല്ലാവരും കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ 867 and 225. 867 രണ്ട് നമ്പേഴ്സ് എടുക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 867 and 255. എന്തുവാ ചെയ്യണ്ടേ? ഫൈൻഡ് HCF.
HCF using Euclid's division algorithm. എങ്ങനെ ചെയ്യും? ഫസ്റ്റ് വലുത് ചെറുത് കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 1 ആദ്യം വലുത് ഏതാണ്? 867 is greater than 255. So I am going to divide 867 by 255. Okay, so ഇത് into what? 255 into 7 ചെയ്ത് നോക്കാം. അത് കൂടിപ്പോയി, ഇൻറ്റു 7 പറ്റത്തില്ല. എന്തെടുക്കണം? ഇൻറ്റു 4 ചെയ്ത് നോക്കാം. അതും കൂടുതലാണ്. അപ്പം ഇനി എന്തോ ചെയ്യും? ഇൻറ്റു 3 ചെയ്ത് നോക്കാം. ഓക്കെ, 255 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 765. അതെടുക്കാം. 255 ഇൻറ്റു 3 255 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 765. ഓക്കെ, ഇനി ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്യണം. എന്താ കിട്ടുന്നത്? 7 - 5 എന്ന് പറയുമ്പോൾ 2 കിട്ടും. 6 - 6 0 ആണ്. 8 - 7 1 ആണ്. 102 കിട്ടി. ക്ലിയർലി 102 ഈസ് ലെസ് ദാൻ 255. കറക്റ്റ്. സോ അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന എന്താണ്? 867 can be written as 255 into 3 plus 102. Clearly this 102, this is the remainder. Okay, remainder not equal to 0. Okay, remainder not equal to 0. This is not equal to 0. So what you will do? You will go for the step 2. Step 2 എന്താണ്? ഈ 255നെ 102 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഇവിടെ രണ്ട് നമ്പേഴ്സും കാണാം, 255ഉം 102. ഏതൊക്കെയാണ്? 255ഉം 102. ക്ലിയർലി 255 ഈസ് ഗ്രേറ്റർ ദാൻ 102. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഐ ആം ഗോയിങ് ടു ഡു ദ ലോങ് ഡിവിഷൻ മെത്തേഡ്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ മെത്തേഡിനകത്ത് സെപ്പറേറ്റ് ഡിവിഷൻ ഒന്നും കൂടെ എഴുതിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. 255നെ 102 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇനി അത് എഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ എഴുതും. ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളുക. മനസ്സിലായോ? ഇവിടെ 255 എഴുതും, എന്നിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യും ഞാൻ. ഓക്കെ, ഐ എം ഗോയിങ് ടു ഡിവൈഡ് ഇറ്റ് ഹിയർ. ഓക്കെ, ഇതിനെ ഇങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്യും. ഇതിങ്ങനെ എഴുതും, ഇങ്ങനെ. ഇനി 102 ഇൻറ്റു സംതിങ് ഇസ് ഈക്വൽ ടു 255. 102 ഇൻറ്റു 2 ചെയ്യാൻ പറ്റുമായിരിക്കും, കൂടി വന്നു കഴിഞ്ഞാൽ. ദാറ്റ് വിൽ ബി 204 ഇൻറ്റു 2 ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് 204. ഓക്കെ, ആൻസർ ഇവിടെ ഒന്നിലോ ഇവിടെ മുകളിലോട്ട് 2 എഴുതാം, അല്ലെന്നുണ്ടെങ്കിൽ എവിടെ എഴുതുന്നത്? ഈ സൈഡിലും എഴുതുന്നുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ എഴുതുന്നവരുണ്ട്. 102 ഇൻറ്റു 2 എന്ന് പറയുമ്പോഴത്തേക്കും 204 കിട്ടി. ഇനി ഡിവൈഡ് ചെയ്യുക. എന്താണ് കിട്ടുന്നത്? മുകളിൽ എഴുതിയ കൺഫ്യൂഷൻ വരണ്ടെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ എഴുതേണ്ടി മൾട്ടിപ്ലിക്കേഷൻ ഭാഗം. ഓക്കെ, 5 - 4 എത്രയാണ്? 1. 5 - 0 എത്രയാണ്? 5. അപ്പോൾ ഇവിടെ 51 കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്താണ്? 255 ഈക്വൽ ടു, അപ്പോൾ എനിക്ക് 255നെ ഞാൻ 102 കൊണ്ട് 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ റിമൈൻഡർ വരുന്നത് 51 ആണ്. ഇതെന്താണ്? ഇത് റിമൈൻഡർ. ഇതെന്താണ്? റിമൈൻഡർ. Okay, not equal to 0. So what I'll do, I'll go further for division. Further division എങ്ങനെ എടുക്കുന്നത്? ഇങ്ങനെ. ഈ 102നെ അതോട്ട് കൊണ്ടിടും. മനസ്സിലാവുന്നുണ്ടോ? 102നെ അതോട്ട് കൊണ്ടിടും. അതൊന്ന് വൃത്തിയായിട്ട് എഴുതാം. 51 and 102. അത് നമുക്ക് 51 ഉണ്ട്, പിന്നെ 102 ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എങ്ങനെ ഡിവൈഡ് ചെയ്യും? 51 ഇൻറ്റു 2 ചെയ്യാം. 51 ഇൻറ്റു 2 ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എത്ര കിട്ടുന്നത്? 102 തന്നെ കിട്ടുന്നു. എന്നിട്ട് റിമൈൻഡർ എനിക്ക് 0 കിട്ടുന്നു. കറക്റ്റ്. അടുത്ത സ്റ്റെപ്പായിരുന്നു സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 പോകാൻ കാരണം എന്താണ്? ഇവിടെ റിമൈൻഡർ നോൺ സീറോ ആയതുകൊണ്ട്.
എനിക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് 102 51. 102 is greater than 51. So I am dividing it by 102, dividing 102 by 51, and I'll get 102 when divided by 51 into 2 will give you remainder 0. So if you get remainder 0, remainder equal to 0. When the remainder is 0, the divisor is called the HCF. Whenever you get the remainder as 0, see, remainder is 0, so HCF will be 51. Okay, the last divisor or the last non-zero remainder, അങ്ങനെ വേണേ പറയാം. ഇത് സീറോ റിമൈൻഡർ ആണ്, ഇത് ലാസ്റ്റ് നോൺ സീറോ റിമൈൻഡർ ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഡിവൈസർ എന്നും പറയാം. ഓക്കെ, മനസ്സിലായോ? So HCF എന്താണ്? HCF is this is the HCF. Are you clear with this, all of you? Okay, then I'll give you one question. I want all of you to solve this and send me the image. Okay, ഞാനത് ഫസ്റ്റ് ചാപ്റ്റർ ആണല്ലേ, എനിക്ക് അതിന്റെ ഇമേജ് അയച്ചു തരണം. അപ്പൊ എന്താണെന്ന് നോക്കട്ടെ. Question should be very simple question. 117 and 45. 117 and 45. Take the question as question number 3. Next question 3 ആയിട്ട് എടുത്തോ. 117 and 45. Can you do this? Very simple ആണ്. 117 and 45. Find HCF by Euclid's division algorithm. Okay, എല്ലാവരും ചെയ്തിട്ട് എല്ലാവരുടെ ആൻസർ എനിക്ക് വേണം കേട്ടോ.